കുറച്ചു നാൾക്ക് മുൻപ് വരെ ആന കേരളത്തിലെ വില്ലൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊമ്പനായിരുന്നു ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. എന്നാൽ സ്വഭാവം കൊണ്ട് ശരിക്കും വില്ലത്തരം കാണിച്ചിരുന്നത് ചുള്ളിപ്പറമ്പിലെ ആദിത്യൻ എന്ന ആനയായിരുന്നു. 1990കളിൽ തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്ത് ചുള്ളിപ്പറമ്പിൽ തറവാട്ടുകാരാണ് ബീഹാറിൽ നിന്നും ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. 10 അടിക്കടുത്ത് ഉയരമുള്ള ഇവൻ കേരളത്തിലെത്തുന്നതിനു മുൻപ് തന്നെ പത്രപരസ്യങ്ങളിലൂടെ പ്രസിദ്ധി നേടിയിരുന്നു. ചട്ടക്കാരനെയല്ലാതെ വേറെ ആരെയും അനുസരിക്കാത്ത ഒരാന. പുറമേ നിന്നുള്ളവർ പലരും അവന്റെ ആക്രമണത്തിനിരയായിട്ടുണ്ട്. ഒരിക്കൽ പോന്നോർ വശ്യംകാവ് പൂരം കഴിഞ്ഞ് മടങ്ങും വഴി പാവറട്ടിക്കടുത്തുള്ള പെരുവല്ലൂരിൽ വെച്ച് ഇടഞ്ഞ ആദിത്യൻ ബസ് കാത്തു നിന്നയാളെ കുത്തിക്കൊലപ്പെടുത്തി. ഇടയ്ക്കിടയ്ക്ക് തെറ്റി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നത് കൊണ്ട് തന്നെ ചുള്ളിപ്പറമ്പിൽ വീട്ടുകാർ ഇവനെ ഗുരുജിയിലേക്ക് കൈമാറ്റം ചെയ്തു. അവിടെ അവൻ ഗുരുജിയിൽ കർണൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടൊരിക്കൽ തമിഴ്നാട് കാപ്പിക്കാട് എന്ന സ്ഥലത്ത് വെച്ച് എഴുന്നള്ളിപ്പിനിടെ അരികിലൂടെ പോയ ഒരു ബൈക്ക് യാത്രികനെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ കൊമ്പിനടിച്ചു വീഴ്ത്തി കുത്തിക്കൊലപ്പെടുത്തി. ചോരക്കറയുള്ള കൊമ്പുമായി നിന്ന ആദിത്യന്റെ അരികിലേക്ക് പാപ്പാൻ വന്ന് കൊമ്പിൽ പിടിച്ചതോടെ അവൻ ശാന്തനായി. എത്ര തെറ്റി നിൽക്കുന്ന അവസ്ഥയിൽ പോലും ചട്ടക്കാർ പറയുന്നത് അക്ഷരം പ്രതി ആദിത്യൻ അനുസരിക്കുമായിരുന്നു. ഗുരുജിയിൽ നിന്നും പിന്നീട് ആനയെ വാഴയിൽ ബെന്നി എന്ന വ്യക്തിക്ക് കൈമാറ്റം ചെയ്തു. അവിടെ വെച്ചാണ് ആദിത്യൻ ചെരിയുന്നത്.